നമസ്കാരം. ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. എനിക്ക് മറ്റുള്ളവരെ പോലെ എന്താ ഒന്നും ചെയ്യാൻ പറ്റാത്തെ, എനിക്ക് മറ്റുള്ളവരെ പോലെ എന്തുകൊണ്ടാവാൻ സാധിക്കുന്നില്ല. അപ്പോൾ മനസ്സിൻ്റെ ആരോഗ്യവും ശാരീരിക ആരോഗ്യവും ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ കൂടുമ്പോൾ പലപ്പോഴും നമുക്ക് മനോരോഗം പിടിപെട്ടവരെ പോലെ ആവാം. അതിന് നമ്മൾ നാമജപവും പ്രാർത്ഥനയും ഒക്കെ തന്നെ ഈ കലിയുഗത്തിൽ നമുക്കുള്ളൂ. അഭാവന, വിപരീത ഭാവന, സംഭാവന എന്ന 3 ഭാവങ്ങൾ നമ്മുടെ മനസ്സിനുണ്ട്. എന്താണ് അഭാവന, എന്താണ് സംഭാവന, എന്താണ് വിപരീത ഭാവന? മനസ്സിന് ശൂന്യത നിലനിൽക്കുന്നൊരവസ്ഥയുണ്ട്. അതിനെയാണ് നമ്മൾ അഭാവന എന്ന് പറയുന്നത്. മനസ്സിൽ ഒരു ഭാവനയില്ല. അതേ സമഭാവന എന്ന് പറയുന്ന എല്ലാത്തിനെയും നമ്മൾ ഒരേ ഭാവനയോടെ ദേഷ്യവും ക്രോധവും ഒന്നും ഇല്ലാതെ കാണുന്നു. ജ്യോതിഷത്തിൽ മനസ്സിനെ 5-ാം ഭാവം കൊണ്ട് ചന്ദ്രനെ കൊണ്ടും നമ്മൾ ചിന്തിക്കുന്നു. മനസ്സിൻ്റെ കാരകൻ ചന്ദ്രനാണ്. ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാകുമ്പോൾ മഹാദേവനാണ്. തിങ്കളാഴ്ച ദിവസം മഹാദേവനെ പ്രീതിപ്പെടുത്തുന്നതും തിങ്കളാഴ്ച ദിവസം നമ്മൾ ക്ഷീരധാര, ജലധാര, കൂവളമാല അർച്ചന ഇതൊക്കെ മഹാദേവന് ചെയ്യുന്നതുമൊക്കെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വഴിപാടുകളാണ്. ചന്ദ്രനുണ്ടാകുന്ന വൈകല്യങ്ങൾ നമ്മുടെ മനസ്സിനെയും ബാധിക്കാറുണ്ട്. 6, 2, 12 ഭാവങ്ങളിലൊക്കെ ചന്ദ്രൻ കൃഷ്ണപക്ഷത്തിൽ നിന്നാലും ചന്ദ്രന് ബലക്കുറവ് അനുഭവപ്പെടുന്നു. ചന്ദ്രനെ ബലപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഓം നമശിവായ എന്ന മന്ത്രം 1008 ഒരു നിത്യവും ജപിക്കുന്ന ഒരാളുടെ മനസ്സിന് ഭയങ്കര പവറായിരിക്കും. അപ്പോൾ ഈ സ്ഥിതിയിലുള്ള ജാതകക്കാർക്ക് മനോരോഗങ്ങളും മനോവിഷമങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ജ്യോതിഷത്തിൽ മനോരോഗങ്ങൾ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഭാവിയിൽ അത് വരുമോ, ഇപ്പോൾ അതുണ്ടോ, അതുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സാധിക്കുമോ, എന്താണ് അതിന് ചെയ്യേണ്ട പ്രതിവിധികൾ, ഇതെല്ലാം കണ്ടെത്തി നമ്മൾ പരിഹാരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ബലം ഉണ്ടാക്കാനായിട്ട് സാധിക്കും.